ഹായ് അസ്സലാമു അലൈക്കും. ഇന്നലത്തെ വീഡിയോ നമ്മൾ ഷോപ്പിംഗ് ആയിരുന്നു. അപ്പോൾ ഇന്നും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമുക്ക് ഡ്രസ്സ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നും ഇറങ്ങുവാണ്. ഡ്രസ്സ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഡ്രസ്സിൻ്റെയും യാത്രയുടെയും വീഡിയോ ആണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോനെ കുറിച്ചുള്ള റിവ്യൂ വളരെ നല്ല വീഡിയോ ആയിരുന്നു. ഇപ്പൊ ഈ വീഡിയോയിൽ പോകുമ്പോൾ നമുക്ക് അതിന്റെ ബാക്കി അഭിപ്രായം പറയാം. ഗായ്സ്, ഇന്ന് നമ്മുടെ ഷോപ്പിംഗ് ക്യാൻസലായി. ഇപ്പോൾ കാപ്പിലെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ പിന്നെ വണ്ടി എടുത്ത് അവിടെ ഇട്ടുണ്ട്, അവിടെ ഇട്ടേക്കണ്ട വണ്ടി. പിന്നെ നാളെ നമ്മുടെ ഒരു വ്ളോഗ് വരുന്നുണ്ട്, എല്ലാവരും മറക്കാതെ കാണണം. മെട്രോയിലേക്ക് ഗായ്സ്, ഓക്കെ. ഇപ്പം എല്ലാവരും നാളത്തെ വ്ളോഗ് മിസ് ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് നിനക്ക് വിശക്കുന്നു. എടാ ഞാൻ അതും എടുത്തില്ല. വിശക്കാൻ നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. പേര് പറയൂ മോനെ. അതാണ് എന്നെ ഡെയിലി ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിന്റെ പേര് പറഞ്ഞിട്ടില്ല. സത്യത്തിൽ ഞാൻ എന്റെ പ്രേക്ഷകർക്ക് പറയൂ. നീ പറഞ്ഞോ, പേരൊന്നും പറയുന്നില്ല തൽക്കാലം. ഇതാണ് യൂസഫ് അൻസാരി. അതായത് ഇവന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് ഖണ്ണൻ. ഇവന്റെ കണ്ണ് കണ്ടില്ലേ, അതുകൊണ്ടാണ് അവനെ ഖണ്ണൻ എന്ന് വിളിക്കുന്നത്. ഇവന്റെ പേരാണ് ഖണ്ണൻ. അങ്ങനെ ഇവനാണ് ഇപ്പൊ നമ്മളെ 2-3 ദിവസമായിട്ട് നമ്മുടെ വീഡിയോസിൽ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നത്. കുറെ നാളിന് ശേഷമാണ് ഞാനിപ്പോൾ നാട്ടിൽ വെച്ച് ഇവനെ കാണുന്നത്. ഏകദേശം ഒരു 10 വർഷമാവല്ലേ? 10 വർഷം കഴിയും. ടച്ച് പഴയ കണക്ക് ഉണ്ട്. അപ്പൊ അതാണ് ഗൈസ്, നിങ്ങൾ പറയൂ, ഇനി നിങ്ങളുടെ അഭിപ്രായം പറയാം. 10 വർഷം കാണാതെ ഇരുന്നിട്ട് എന്തെങ്കിലും സജഷൻ അതല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റങ്ങൾ, എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് ചെയ്യണം പ്ലീസ്. നിങ്ങൾക്ക് ഉണ്ടോ ഇങ്ങനത്തെ കൂട്ടുകാർ 10 വർഷം കഴിഞ്ഞിട്ട് 10 വർഷം കാണാതെ വീണ്ടും കണ്ടുമുട്ടി വീണ്ടും ആ പഴയ സൗഹൃദം കീപ്പ് ചെയ്യുന്ന നിങ്ങൾക്കും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഗൈസ്, ഇതാണ് നമ്മുടെ കാപ്പിൽ ബീച്ച്. വലതുവശം കായൽ, ഇടതുവശം കടൽ. ഇത് രണ്ടും ചേരുന്ന സ്ഥലം അവിടെ ഉണ്ട്. കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കാണാൻ പറ്റും. കടലിനും കായലിനും ഇടയ്ക്ക് പിന്നെ ചെകുത്താന്മാര്. അതെ, ഇവിടെ വൈകിട്ട് വരണം ഗൈസ്. വൈകിട്ടാണ് ഇവിടുത്തെ തിരക്കും ആളുകളും ബഹളവും. ഇപ്പൊ ഈ സമയമായതുകൊണ്ടാണ് ആരെയും കാണാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ ഇപ്പൊ വയറ് വിഷയിക്കുന്നു. ആദ്യം ഫുഡ് വേണം. രാവിലെ ഒന്നും കഴിച്ചില്ല. രാവിലെ കഴിച്ചെന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് കഴിക്കണ്ടേ? ഉച്ചയ്ക്ക് എന്തോന്ന് കഴിച്ചത് നീ? ഞാന് രാവിലത്തെ ഫുഡ് ഉച്ചയ്ക്ക് കഴിച്ചത്. അപ്പൊ പിന്നെ നീ ഇപ്പൊ വയറ് നിറച്ചിട്ടാണ് വന്നേക്കുന്നത്. കുഴപ്പമില്ല, വീട് വണ്ടി. അതെ, only two appams guys. നമ്മൾ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ മാത്രമല്ല ഓടിക്കുന്നത്. കാരണം നമ്മൾ മാത്രമല്ല വണ്ടി ഓടിക്കുന്നത്, വേറെ ഒരുപാട് ആളുകളും റോഡിലുണ്ട്. നമ്മൾ എത്ര സേഫ് ആയിട്ട് പോയാലും ആ വണ്ടി കാര്യമില്ല. ഇടത് സൈഡ് മൊത്തം ഞണങ്ങിയിരിക്കുകയാണ്. അതെന്തുകൊണ്ട്? മറ്റുള്ളവരെ കൊണ്ട് നമ്മളെ കൊണ്ട് കയറും. എല്ലാവർക്കും അവരുടേതായ ബിസിയാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ 2 കണ്ണ് വെച്ച് മാത്രം ഓടിക്കരുത്. അഡീഷണൽ ആരെന്തെങ്കിലും ഒരു കണ്ണെടുത്തിട്ട് വയ്ക്കണം. കാരണം ഞാൻ പറയാൻ കാരണം നമ്മുടെ റോഡിൻ്റെ സൈഡിൽ ആളുകൾ നടന്നു പോകും, പട്ടികൾ, സൈക്കിൾ, പിന്നെ ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യുന്ന ബൈക്കുകൾ, കാറുകൾ, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അത് സേഫായിട്ട് തിരിച്ചെത്തുന്നത് ഒരിക്കലും നമ്മുടെ കഴിവുകൊണ്ടല്ല. അത് എന്തൊക്കെയോ ആരുടെയൊക്കെയോ ഒരു ഭാഗ്യം. അത്ര ആ പടച്ചവന്റെ അനുഗ്രഹവും പിന്നെ വീട്ടുകാരുടെ മാത്രമാണ്. കാരണം നമ്മുടെ എല്ലാരും വിചാരിക്കും, അവൻ വണ്ടി ഓടിക്കുന്നതിന്റെ കഴിവുകൊണ്ട് അവൻ തിരിച്ചെത്തി, അവൻ അവിടെ പോയിട്ട് വന്നു, ഇവിടെ പോയിട്ട് വന്നു. ഒരിക്കലും അല്ല. നമ്മളെ നാട്ടിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല, ഡ്രൈവറിലെ ഐ പറയുന്നത് നമ്മളെപ്പോഴും ഇന്റലിജൻസ് ആയിരിക്കുക. അതെ, നമുക്കിനി AI കാണാനുള്ള വിഷൻ എല്ലാത്തിലും ഒരു ചിപ്പ് വേണം നമുക്ക്. എങ്കിലേ നമുക്ക് എല്ലാം മുൻകൂട്ടി അറിഞ്ഞ് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇതിനെക്കുറിച്ച് മിസ്റ്റർ യൂസഫ് അൻസാരിക്ക് എന്താണ് പറയാൻ? ഇന്നൊന്നും പറയാനില്ല എനിക്ക്. ഇന്ന് നല്ല വിശപ്പ് മൂടാണ്. ഇതാണ് വെറ്റക്കട. കാപ്പിലുള്ളവർക്കറിയാം വെറ്റക്കട. ഇതാണ് നമ്മുടെ നാട്ടിലെ മീൻ പെട്ടി കൊണ്ടുപോകുന്നത്. എത്ര പെട്ടി? 1 2 3 4 5 6 7 പെട്ടി. ഇതാണ് അധ്വാനിക്കാൻ അല്ല ജീവിക്കാൻ അധ്വാനിക്കുന്നതിന്റെ അവസ്ഥ. ഇതാണ് എത്ര പെട്ടിയാണ് കൊണ്ടുവന്നത് നോക്കി. കഴിവാണ് കേട്ടോ. ഇത് നമ്മുടെ വർക്കലയാണ്. നല്ല മഴക്കോളുണ്ടെന്ന് തോന്നുന്നുണ്ട്. മിക്കവാറും നല്ല മഴ പെയ്യും. ആളെന്തായാലും ജീവിതം തുടരട്ടെ. ഞങ്ങളുടെ യാത്രയും. ഇതാണ് നമ്മുടെ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിലോട്ട് ട്രെയിൻ എത്താറായിട്ടുണ്ട്. ഇത് ഏത് എക്സ്പ്രസ് ആണ് നോക്കി പറയൂ മിസ്റ്റർ യൂസഫ് അൻസാരി. അറിയില്ല. സ്റ്റേഷൻ ഇത് പുതിയ റെയിൽവേ സ്റ്റേഷന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അതിന്റെ മുന്നിലുള്ള ഓട്ടോ സ്റ്റാൻഡ്. ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ഇത് ബസ് സ്റ്റാൻഡ്. ഇത് ഫുള്ള് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ചുമ്മാ കെട്ടുന്നു അണയ്ക്കുന്നു കെട്ടുന്നു അണയും. ഇത് നമ്മുടെ ബസ് സ്റ്റേഷൻ വർക്കല നഗരസഭ. വർക്കല ബസ് സ്റ്റേഷൻ. വർക്കല ബസ് സ്റ്റേഷൻ നല്ലോണം നമുക്ക് ഒരു ദിവസം കാണിക്കാം. എല്ലാം കാണിക്കുന്നുണ്ട് ഞങ്ങൾ നല്ലോണം. KMS ബസ് വരുന്നു. വർക്കല നഗരസഭയുടെ അണ്ടറിലുള്ള. ഗായ്സ്, ഒരു വലിയ മഴയാണ് കുറേ നാളിന് ശേഷം വരാൻ പോകുന്നത്. അതിൻ്റെ ഒരു ക്ലൈമറ്റാണ് ഈ കാണുന്നത്. നോക്കി, മേഘങ്ങൾ മൂടിക്കെട്ടിയത് കാണുന്നില്ലേ നിങ്ങൾ? വലിയൊരു മഴക്കുള്ളാണ് വരാൻ പോകുന്നത്. മഴ വന്നാൽ ഭാഗ്യം ഗായ്സ്. കുറേ നാളത്തെ ചൂട് ശമനം കിട്ടിയാൽ മതിയായിരുന്നു. നമ്മളിന്ന് മിനി കൂപ്പറിൽ 2 ചക്ക വയ്ക്കാൻ പോവുക. സൈഡിലേക്ക് അല്ലെങ്കിൽ സൈഡിലേക്ക് ചക്കയുമായി വരുന്ന ആളിനെ കണ്ടു. അടുത്ത ചക്ക സ്പേസ് ഉണ്ടല്ലേ? വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇതിൽ കയറി ചക്ക കാണാനല്ലേ? അപ്പോൾ പോട്ടെ. ശരി ശരി ഗായ്സ്, ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇനി നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫുൾ ട്രാവൽ വ്ളോഗായിരിക്കും. അപ്പോൾ അതാരും മിസ് ചെയ്യരുത്. അപ്പോൾ അത് തീർച്ചയായും കാണണം. പിന്നെ അതുപോലെ തന്നെ മുമ്പത്തെ വീഡിയോസ് എല്ലാവരും കാണണം. കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. കമൻറ്റ്സ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയണം. നാളത്തെ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. എല്ലാവർക്കും ബൈ.